വളരെ കുറച്ച് സ്ഥലത്ത് വലിയൊരു വീട് പണിയുക എന്നുള്ളതാണ് ഇപ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അവർക്കൊക്കെ വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 സെൻറ്റ് 3 സെൻറ്റ് ഒക്കെ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സിറ്റികളിലൊക്കെ താമസിക്കുമ്പോൾ. അതിൽ തന്നെ ഒരു 2, 3, 4 ബെഡ്റൂം ഒക്കെ ഉള്ള വീടുകൾ പണിയുക എന്നുള്ള വലിയൊരു ചലഞ്ചാണ്. അങ്ങനൊരു ചലഞ്ചിൽ തീർത്ത ഒരു വീടിൻ്റെ മുൻപിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വൈറ്റ്ലയിലാണ്. വൈറ്റ്ല ജംഗ്ഷനിൽ നിന്ന്, അതായത് ഇനി എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന ഒരു ജംഗ്ഷൻ വൈറ്റ്ല ജംഗ്ഷനാണ്. ഓൾറെഡി ഇന്ത്യയിലെ തന്നെ വലിയൊരു സിഗ്നലുകളിലൊന്നാണ് വൈറ്റ്ല സിഗ്നൽ. അവിടെ ഇപ്പോൾ മേൽപ്പാലം വന്നു, മറ്റൊക്കെ സൗകര്യങ്ങൾ വന്നു, അതുപോലെ തന്നെ മെട്രോ വന്നു. ഇനി അങ്ങോട്ട് വളർച്ചയുടെ ഒരു ഒരു എന്താ പറയുക, ഒരു മൂർധന്യാവസ്ഥയിലോട്ട് എത്തിപ്പെടാൻ പോകുന്ന ഒരു ജംഗ്ഷനാണ് എറണാകുളം ജില്ലയിലെ വൈറ്റ്ല. അങ്ങനെയുള്ള വൈറ്റ്ലയിൽ നിന്ന്, വൈറ്റ്ല ജംഗ്ഷനിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം മാറി ഗോൾഡ് സൂക്ക് എന്ന മാളിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറി ഹൈവേയിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ അത്രയ്ക്ക് അടുത്ത് ഈ പറഞ്ഞ മെയിൻ ജംഗ്ഷനിനടുത്ത് തന്നെയാണ് ഈ ഒരു വീട് ഉള്ളത്. ഇനി ഈ വീടിൻ്റെ കാര്യം ഞാൻ പറയാം. 3 സെൻറ്റിലായിട്ടാണ് ഈ വീട്. ഈ വീടിൻ്റെ ഗേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ GI പൈപ്പ് കൊണ്ട് തീർത്ത ഗേറ്റാണ്. ഈ ഗേറ്റ് തുറന്നു വരുമ്പോൾ ഒരു കാർ പോർച്ചാണ് കാണുന്നത്. പാവിങ് ടൈൽസ്, റെഡും ബ്ലാക്കും വൈറ്റും ചേർന്നിട്ടുള്ള പാവിങ് ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാങ്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒപ്പം തന്നെ ഇവിടെ ഒരു ഒറ്റ തൂണല്ല കൊടുത്തേക്കുന്നത്, ഒരു 3-4 തൂണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അതിനൊരു ഡിസൈനിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ അങ്ങനെ കണക്കാക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു വലിയൊരു നമുക്ക് ടാറ്റ നെക്സോണൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ നമുക്കുള്ളത്. കാരണം ഇന്ന് ഈ ഒരു കോമ്പാക്റ്റ് SUVകളുടെ കാലമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു വാഹനം അങ്ങനെയുള്ള ടൈപ്പുള്ള വാഹനമാണ്. ഒരു വിറ്റാറ ബ്രസയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ SUV, ഈ പറഞ്ഞ ടാറ്റ നെക്സോണോ ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് അവിടെ കാണാം. ഇനി ഈ വീടിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഒരു സിറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടില്ല. ഈ കയറുന്ന വഴി തന്നെ ക്ലാഡിങ് ടൈൽസ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ അതിനെ. ഈ ഒരു സിറ്റ് ഔട്ട് എന്ന് പറയാതെ തന്നെ ചെറിയൊരു ഇറങ്ങുന്ന ഒരു വരാന്ത എന്ന് വേണമെങ്കിൽ ചെറിയൊരു സെറ്റപ്പിനെ നമുക്ക് പറയാം. അത് ഗ്രാനൈറ്റ് കൊണ്ട് തീർത്തിരിക്കുന്നു. ചെറുതേക്കിലാണ് ഇവിടുത്തെ മെയിൻ ഡോറ് തീർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നല്ല മനോഹരമായിട്ടുള്ളൊരു ഡോറാണ്. ഡോർ നല്ല വീതിയുള്ളൊരു ഡോറാണ് കേട്ടോ. പക്ഷേ നോർമൽ എല്ലായിടത്തും വലിയ വീതിയുള്ള കട്ടളകളാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഫാഷനെങ്കിൽ ഇവിടെ ഒരു പഴയ രീതിയിലുള്ള ചെറിയ വീതിയുള്ള കട്ടളയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ ഹോൾ എന്ന് നമുക്ക് പറയാം. ഇവിടെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മിനിമലായിട്ടുള്ള സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒരുപാട് വലിയ സീലിംഗ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാം ഈ റൂമിലെല്ലാം ഫ്രഞ്ച് വിൻഡോസാണ്. ഇവിടെ ഒറ്റപ്പാളി, ഇവിടെ 2 പാളികളുടെ, ആ ഡോറിന് പുറകിലായിട്ട് ഒറ്റപ്പാളികളുടെ, അതേപോലെ ഏറ്റവും അറ്റത്തായിട്ട് നോർമൽ 2 ജനാലയും കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൂര്യവെളിച്ചവും എന്താ പറയുക, വായു ഒക്കെ നല്ല രീതിയിൽ ഉള്ളിലേക്ക് വരും. ഈ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ എനിക്ക് തോന്നുന്നു TV വെക്കാനായിട്ട് ഇവിടെ ഈ ഒരു കോർണറിലാണ് സ്പേസ് ഉള്ളത്. മറ്റ് നമ്മളിപ്പം കണ്ട ലക്ഷറി വീടുകളിലോട്ട് ഒരുപാട് വലിയ സ്പേസ് ഒന്നും അതിനുവേണ്ടി കൊടുത്തിട്ടില്ല. ഒരു ചെറിയൊരു കോർണറിൽ ഒരു ചെറിയ രീതിയിലുള്ള സെറ്റപ്പ് മാത്രം. ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റും ഒരു ഗ്രേ കളറൂടെ വരുന്ന ഒരു ഡിസൈനുള്ള ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്രോംപ്ടൻ്റെ 2 ഫാൻ, ലിവിങ് ഏരിയയിൽ തന്നെ 2 ഫാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ മാറുമ്പോൾ, നമ്മൾ കാർ പോർച്ചിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്കാണ്, അതായത് കാർ പോർച്ചിൽ അത് എപ്പുറത്തായിരുന്നു കേട്ടോ. അവിടെ ഒരു വലിയൊരു ഫ്രഞ്ച് വിൻഡോസ് നമ്മൾ കണ്ടിരുന്നു. ആ വിൻഡോ നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് മാറുന്നത്. അതേപോലെ തന്നെ ഇവിടെ വാഷ് ഏരിയയ്ക്ക് വേണ്ടി ഒരുപാട് സ്പേസ് ഉപയോഗിച്ച് കളയാതെ തന്നെ ചെറിയൊരു സ്പേസും അവിടെ സിമ്പിളായിട്ട് വാഷ് ബേസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒപ്പം അവിടെ ഒരു മേളിലൊരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മിററിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലെ ഈ ഒരു ഭിത്തിയിലും 2 പാളി ജനാല കൊടുത്തിരിക്കുന്നു. ഈ ഒരു 3 പാളിയും 2 പാളിയും ഉള്ള ജനാലകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചമുണ്ട്. മിനിമലായിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ക്രോംപ്ടൻ്റെ ഒരു ഫാൻ യൂസ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസും തടിയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡോറാണ്. നമ്മൾ അവിടെ ഒരു വൈറ്റ് കളർ ടൈലായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തടിയുടെ ടെക്സ്ചറുള്ള ഒരു ടൈലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഒരു L ഷേപ്പിലുള്ള ഒരു ബെഞ്ച് ടോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ സൈഡിലെല്ലാം തടിയുടെ ടെക്സ്ചറുള്ള ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു.
അപ്പം ഗ്രാനൈറ്റ് ആണ് ഇവിടെ ബെഞ്ച് ടോപ്പിനെല്ലാം നൽകിയിരിക്കുന്നത്. ഒരുപാട് കബോർഡുകൾ നിരത്തി നമ്മളുടെ അരോചകത്വം ഉണ്ടാക്കാത്ത രീതിയിൽ ചെറിയ കുറച്ച് 2 കബോർഡുകൾ 2 സൈഡിൽ അവിടെയും ഇവിടെ 2 ചെറിയ കബോർഡ്, കുറച്ച് ഓപ്പൺ സ്റ്റോറേജ് സ്പേസുകൾ. പിന്നെ താഴത്താണ് അത്യാവശ്യം ഈ കബോർഡ്സ് എല്ലാം കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് താഴെയാണ്. അപ്പോൾ മുകളിലൊന്നും അത്രയ്ക്കുള്ള ഒരു ഇത് നമുക്കില്ല. ഇവിടെയും ഓപ്പണിങ് 2 ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 3 ജനാല കൊടുത്തിരിക്കുന്നു. സ്വിച്ച് ബോർഡ് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്വിച്ച് ബോർഡ്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തോരം സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകും. അത് അത്രയ്ക്കും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എക്സാക്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ സിങ്കിന് തൊട്ടടുത്ത് തന്നെ അങ്ങ് ഒരു സ്വിച്ച് ബോർഡിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. അത്യാവശ്യം വലിയ വർക്ക് ഏരിയ ആണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം. നല്ല ടാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ല സ്വിച്ച് ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഡ്രെയിനേജിനുള്ള വെള്ളം പോകാനുള്ള സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സിങ്കിന് ഇവിടെ വലിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെയും ഗ്രാനൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഇഷ്ടം പോലെ സ്പേസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് നമുക്ക് ആ കാർ പോർച്ച് ഏരിയയിലേക്ക് പോകാൻ. അവിടെ അധികം സ്പേസ് ഇല്ല, ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം, ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഇനി പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ടാണ് സെപ്റ്റിക് ടാങ്ക് മറ്റും ഇരിക്കുന്ന ഏരിയ ആണ്. അത് ഇവിടെ ആയിട്ടാണ്. ഇതേ ഈ ഒരു പോർഷനിലാണ്, അതായത് കാർ പോർച്ചിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടെയായിട്ടാണ് സെപ്റ്റിക് ടാങ്കും മറ്റും വരുന്നത്. അപ്പോൾ അത് വളരെ ദൂരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സെപ്റ്റിക് ടാങ്കും അതേപോലെ തന്നെ വാട്ടർ ടാങ്കും ഒക്കെ വളരെ ദൂരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയ ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ബെഡ്റൂമുകൾ 1 by 1 ആയിട്ട് കാണാം. 4 ബെഡ്റൂം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 3 സെൻറ്റിനകത്ത് 4 ബെഡ്റൂമിനാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. നല്ല വലിപ്പമേറിയ ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ഓറഞ്ച് കളറും വൈറ്റ് കളറും കോമ്പിനേഷനിൽ കബോർഡ്സിനെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഭിത്തിയിൽ മാത്രം 4 പാളിയുള്ള വലിയൊരു ജനാല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രകാശവും വായുവും ഉള്ളിലേക്ക്. ഇവിടെ ക്രോംപ്ടൻ്റെ പഴയ മോഡലുള്ളൊരു ഫാനാണ് നൽകിയത്. ഇവിടെ സീലിംഗ് വർക്കുകളൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ഇത് സ്റ്റെയർ കേസ് ഈ ഒരു റൂമിൻ്റെ തൊട്ടപ്പുറത്തെ വശത്തോടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ താഴത്തെ പോർഷൻ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നോക്കുമ്പം കാണാം. ഇനി നമുക്ക് ബാത്റൂമാണ്. ബാത്റൂം ആ സ്റ്റെയർ കേസ് മുകളിലൂടെ പോയിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ ഉണ്ട്. ഇല്ലെന്ന് അതിൻ്റെ ഒരു അസൗകര്യം നമുക്ക് അവിടെ ഉണ്ടാവും. തീർച്ചയായും എന്നെ ഇപ്പോൾ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തലമുട്ടും. ഇവിടെ സെറയുടെ തന്നെ ഒരു ക്ലോസറ്റ് ഏരിയ ഇങ്ങനെ അറ്റം കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ബാത്ത് ഏരിയ, ഇവിടെ സെപ്പറേറ്റ് റെയിൻ ഷവറും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വലിയ 6 അടിയൊക്കെ ഉള്ള ഉയരമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടെ സെറയുടെ ഒരു വാഷ് ബേസിന് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ നിന്ന് അല്പം താഴോട്ട് മാറ്റിയിട്ടാണ് ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് കയറുന്നത്. ഇനി കബോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കബോർഡ്സാണ്, എങ്കിലും അത്യാവശ്യം സ്ഥല സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ താഴത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ സ്റ്റെയർ കേസ് നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ അല്ല. ഇവിടെ ഒരു പാസേജ് മാതിരിയുള്ള സ്റ്റെയർ കേസാണ്. ആ സ്റ്റെയർ കേസിനൊരു കൈ പിടി വേണ്ടിയിട്ട് നോർമൽ കൈ വരികൾ സജ്ജമാക്കും പോലെയല്ല, വെറുതെ ഒരു പിടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വലിയൊരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ആ ട്യൂബ് വരുന്നത് യഥാർത്ഥ സ്റ്റെയർ കേസിൻ്റെ കൈവരി എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കയറി പകുതിക്ക് വന്നിരിക്കുന്ന ഈ ഒരു പോർഷനിലാണ്. ഇവിടെ വലിയൊരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറി വരുന്ന വഴിയിൽ. സ്റ്റെയർ കേസിലെല്ലാം താഴത്ത് ഉപയോഗിച്ചിരുന്ന അതേ ടൈലുകൾ തന്നെയാണ് സ്റ്റെയർ കേസും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയ നമുക്ക് നോക്കാം. ഇവിടെ സീലിംഗ് വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോംപ്ടൻ്റെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇവിടെയും ഒരു ക്രോംപ്ടൻ്റെ ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളെ ഈ മുകളിലത്തെ നിലയിലേക്ക് ആക്കിയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ്. അത്യാവശ്യം നല്ല ബെഡ്റൂമാണ് കേട്ടോ, നല്ല സൈസുള്ള ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ വലിയൊരു 3 ജനാല കൊടുത്തിട്ടുണ്ട്. ഇതോടെ ഒരു ബാൽക്കണിയിലേക്കുള്ളതാണ്. നമുക്ക് ബാൽക്കണി കയറാം. ആദ്യം ബാത്റൂം കാണാം. താഴത്തെ ബാത്റൂം കൺജസ്റ്റഡ് ആയിരുന്നുകൊണ്ട് ഇത് അത്രയും കൺജസ്റ്റഡ് അല്ല, നല്ല വിശാലമായ ബാത്റൂമാണ്. പക്ഷേ നല്ല നീളത്തിലാണ് ഇവിടുത്തെ ബാത്റൂമിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ക്ലോസറ്റ് ഏരിയ ഇങ്ങേ അറ്റം ക്രമീകരിച്ചിരിക്കുന്നു. ബാത്ത് ഏരിയ നടുക്ക് സജ്ജമാക്കിയിരിക്കുന്നു. ഏറ്റവും ഇങ്ങേ അറ്റത്ത് വാഷ് ഏരിയ മാത്രം ഒതുക്കിയിരിക്കുന്നു. ഒരു ഡാർക്ക് കളർ തീമാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതാ ഇവിടെ നോക്കൂ.
ഇതാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി. ബാൽക്കണി നമ്മൾ ഇവിടെ നോക്കും വിചാരിച്ചാൽ അങ്ങോട്ടങ്ങ് ബാൽക്കണി ഉണ്ടെന്ന്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇവിടം വരെ നമ്മുടെ ബാൽക്കണി ഉള്ളൂ. ബിക്കോസ് അപ്പുറത്ത് അടുത്ത ആളുടെ വീടാണ്, ഒരിക്കലും അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതെ, അതിന് കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീലും അതേപോലെ തന്നെ ഗ്ലാസ്സൊക്കെ വെച്ച് ആണ് അവിടെ കൈവരികൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു കർവ്ഡ് ഷീറ്റാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ 2 ബെഡ്റൂമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനിയും 2 ബെഡ്റൂമുകളൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. അതാ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന്, ഈ ഒരു ലോബി ഏരിയയിൽ ഇതിനോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നത്. അത് ഇവിടെയായിട്ടാണ്. നോക്കിയേ, ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ജനാലയോട് ചേർന്ന് ഭിത്തിക്കുള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിലുള്ള കബോർഡ്സും ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം മൾട്ടിവുഡാണ് കേട്ടോ. ഇതാ ഇവിടെയും സ്പേസുകളൊക്കെ ഉണ്ട്. ഇതാ അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഇത് നല്ല വ്യത്യസ്തമായൊരു ഡോറാണ് കേട്ടോ. മറ്റുള്ളവർക്ക് ഉപയോഗിച്ചേക്കുന്ന ഡോറുകളല്ല ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ ഒരു അത്യാവശ്യം പടമുള്ള ഒരു ടൈലുകളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ മറ്റേതിൻ്റെ അത്രയുമുള്ള സ്പേഷ്യസ് മറ്റേ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ബാത്റൂമിൻ്റെ അത്രയും വലിയ ബാത്റൂമല്ല, അതിൽ നിന്ന് കുറച്ച് സൈസ് കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ 3 ഏരിയകളിലും ക്ലോസറ്റ് ഏരിയയും ബാത്ത് ഏരിയയും അതേപോലെ ഹാൻഡ് വാഷ് ഏരിയയും 3 തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീട്ടിലെ 4-ാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമാണ് നമുക്ക് കാണാനുള്ളത്. അതിനെ ഒരുക്കിയിരിക്കുന്നതാ ഇവിടെയായിട്ടാണ്. അത് അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ഇവിടെ വാർഡ്രോബുകളൊന്നും ഒരുക്കിയിട്ടില്ല. 2 ഭിത്തികളിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഒരിടത്ത് 2 പാളികളുടെയും ഇവിടെയും 2 പാളികളുടെയും ജനാലകൾ നൽകിയിരിക്കുന്നു. ഒപ്പം ബാത്റൂം, ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ വലുപ്പമുള്ള ഒരു ബാത്റൂമാണ്. 3 ഏരിയ, ക്ലോസറ്റ് ഏരിയ സെപ്പറേറ്റ്, ബാത്ത് ഏരിയ സെപ്പറേറ്റ്, അത് നമുക്ക് ഹാൻഡ് വാഷ് ഏരിയ സെപ്പറേറ്റ്, 3 തന്നെ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഈ ബാത്റൂമിൻ്റെ ഡോറുകൾക്ക് ഇച്ചിരി നല്ല വീതിയുള്ള ഡോറുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ടെറസിലേക്ക് കയറാനുള്ള വഴിയാണ്. അതാ ഇവിടെയാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ GI പൈപ്പ് വെച്ചിട്ട് മുകളിലേക്ക് പണിഞ്ഞ് സാധനങ്ങളൊക്കെ കയറാനുള്ള ഒരു സജ്ജീകരണവും നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വീട് മുഴുവനായും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കുള്ള കാര്യം ഈ വീടിൻ്റെ പ്രൈസാണ്. 72 ലക്ഷം, 72 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ പ്രൈസ് അവർ ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. ഒപ്പം തന്നെ നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്നാൽ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് എല്ലാം കിട്ടും. തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. ആ നമ്പർ പോവുക, എടുക്കുക, വിളിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചോദിക്കാം. ഇവിടുന്ന് ഞാൻ പറഞ്ഞു വൈറ്റിലേക്ക് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. NH-ലേക്ക് അത്രയും ദൂരം മാത്രമേ ഉള്ളൂ. അത് ബൈപ്പാസ്. അപ്പോൾ ഇത് ഒരു കണ്ണായ സ്പേസ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ. ബിക്കോസ് വൈറ്റ്ല എന്ന് പറഞ്ഞ ജംഗ്ഷൻ അത്രയ്ക്ക് അടുത്താണ് ഈ പ്രോപ്പർട്ടിയിൽ. അവിടെ 72 ലക്ഷത്തിന് 4 ബെഡ്റൂമുള്ളൊരു വീട് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസിൽ റീസണബിളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ പോയി എടുക്കുക, വിളിക്കുക, ബന്ധപ്പെടുക. ഇനി നമ്മൾ സ്ഥിരമുള്ള കാര്യങ്ങൾ പറയാം. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, യൂട്യൂബ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ നമ്മളുടെ വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരുള്ളൂ. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോസ് ഷെയർ ചെയ്യണം. ഇനി നിങ്ങളുടെ കമൻറ്റ്, വിലയേറിയ കമൻസും അഭിപ്രായങ്ങളും നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വഴി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ മാക്സിമം അതിനകത്ത് വരുത്താനുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.